നമസ്കാരം. രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യസഭയുടെ ഭരണം പിടിച്ചെടുക്കുവാനായിട്ട് ഇന്ത്യ മുന്നണി ഏകദേശം ഇപ്പോൾ വിജയത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ മോദി സർക്കാരിൻ്റെ ഒരു പരിപാടികളും അല്ലെങ്കിൽ അജണ്ടകളും ഇനി അത്ര എളുപ്പത്തിൽ നടക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വീറും വാശിയും ഇപ്പോഴും അണയാതെ കത്തി നിൽക്കുമ്പോൾ തന്നെ രാജ്യസഭയിൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഭൂരിപക്ഷത്തിന് അരികെ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഒഡീഷയിൽ നിന്നുള്ള 9 BJD MP-മാർ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നതോടെയാണ് ആകെയുള്ള 245 രാജ്യസഭാ സീറ്റുകളിൽ 100 സീറ്റുകളിൽ അധികം നേടി ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷത്തിന് അടുത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്നലെ രാജ്യസഭയിൽ നടന്ന ചില അപൂർവമായിട്ടുള്ള സംഭവങ്ങളോടെയാണ് ഇന്ത്യ മുന്നണി ഈ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അതായത് 2014 തൊട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും നരേന്ദ്രമോദി സർക്കാരിനും BJPക്കുമൊപ്പം നിന്ന ഒഡീഷയിലെ ബിജു ജനതാദൾ ഇപ്പോഴിതാ ആദ്യമായിട്ട് അവർ ഇന്ത്യ മുന്നണിക്കൊപ്പം രാജ്യസഭയും ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഉണ്ടായത്. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇപ്പോൾ ഒരുമിച്ച് നടക്കുന്ന ഒഡീഷയിൽ എല്ലാം BJP തൂത്തുവാരിയതിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം കൂടി BJDയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷത്തെ തോൽപ്പിക്കാൻ മുൻകാലങ്ങളിൽ ഇരു സഭകളിലും മോദി സർക്കാരിനൊപ്പം നിലനിൽക്കുന്ന ഒരു നിലപാടായിരുന്നു BJDക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ BJPക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ച BJD ആകട്ടെ ലോക്സഭയിൽ അംഗങ്ങൾ ഇല്ലെങ്കിലും രാജ്യസഭയിൽ നല്ല ഒന്നാന്തരമൊരു പണി തന്നെയാണ് BJPക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. BJPയെ രാജ്യസഭയുടെ അധികാരത്തിൽ നിന്ന് തന്നെ വലിച്ചു താഴെയിടാനുള്ള ഒരു സഹായമാണ് അവരിപ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ചെയ്തു കൊടുത്തിരിക്കുന്നത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യസഭയിൽ ഇന്നലെ കോൺഗ്രസ് വനിതാ MP കുഴഞ്ഞു വീണ ശേഷവും നന്ദി പ്രമേയ ചർച്ചയുമായിട്ട് ചെയർമാൻ മുന്നോട്ട് പോയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ മുന്നണി സഭ ബഹിഷ്കരിച്ചപ്പോൾ BJD അംഗങ്ങളും ഒപ്പം ചേരുകയാണ് ഉണ്ടായത്. രാജ്യസഭയിൽ ഉണ്ടായിരുന്ന എല്ലാ BJD MP-മാരും കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം സഭ വിട്ടിറങ്ങുകയാണ് ഉണ്ടായത്. അതായത് ഇന്നലെ വരെ രാജ്യസഭയിൽ കക്ഷി നില എന്ന് പറയുന്നത് NDA സഖ്യത്തിന് 114 സീറ്റുകളാണ്. അതിൽ 90 സീറ്റ് BJPക്കായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് 88 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ രണ്ടിലും പെടാതെ നിന്നിരുന്ന BJD, അതോടൊപ്പം തന്നെ YSR കോൺഗ്രസ്, BRS തുടങ്ങിയ കക്ഷികൾക്കെല്ലാം ചേർത്ത് 29 സീറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് 9 MP-മാർ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് 27, അതോടൊപ്പം തന്നെ തൃണമൂലിന് 13, ആം ആദ്മി പാർട്ടിക്കും DMKയ്ക്കും 10 വീതം MP-മാരാണ് ഉണ്ടായിരുന്നത്. ബാക്കി വരുന്ന കക്ഷികൾക്ക് എല്ലാം കൂടിയാണ് 88 സീറ്റുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ BJDയും കൂടിയാകുമ്പോൾ സീറ്റുകൾ 97 എത്തി നിൽക്കുകയാണ്. ഈ 9 MP-മാരും BJDയും തന്നെ ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ 4 സീറ്റുകളുള്ള BRSഉം ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ബില്ലോ മറ്റോ ഒക്കെ വരുമ്പോഴായിരിക്കാം യഥാർത്ഥ സ്ഥിതി നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ അവർ കൂടി എത്തിയതോടെ 101 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി എത്തിച്ചേരുകയാണ്. ഈ സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. അതായത് ഇത് ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ്. കാരണം ആരെയും പിന്തുണയ്ക്കാതെ ബാക്കിയുള്ളത് BJPയെ കൊണ്ട് തന്നെ തകർന്നു പോയിട്ടുള്ള ഈ പറയുന്ന YSR കോൺഗ്രസും AIADMKയുമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം നിന്നാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ പ്രതീക്ഷകളും അതോടെ അസ്തമിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ 14ഓളം സീറ്റുകൾ ഒഴിവുണ്ട് എന്നതും BJPയെ വലിയ രീതിയിൽ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്താൽ രാജ്യസഭയിലെ NDA മുന്നണിയുടെ കുത്തക അധികം താമസിക്കാതെ തന്നെ അവസാനിക്കുമെന്ന് BJPക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഏതായാലും BJDയുടെ 9 MP-മാർ എത്തിയതോടെ രാജ്യത്തിൻ്റെ പാർലമെന്ററി രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരികയാണ്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.